ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ചെറിയ പെരുന്നാളാണല്ലോ അല്ലേ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ ഞാൻ പറയട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾക്ക് പറയാനുള്ളത്. എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളെ കമൻറ്റുകളും എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ. ഓക്കെ. അപ്പോൾ നിങ്ങളെ കണ്ടോ, ഇത് കുറച്ച് ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇന്നിപ്പോൾ പെരുന്നാളല്ലേ, പെരുന്നാളായിട്ട് എന്താ ഉണ്ണിയപ്പം ചുട്ടുകണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ അടുത്തുള്ള വീടുകളിൽ കുറച്ച് മധുരം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം പായസവും കൊടുക്കണം. അപ്പോൾ അതിന് ഉണ്ണിയപ്പം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ബാങ്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചാണ് കേട്ടോ. ഇന്ന് ബാങ്ക് ഉണ്ട്, ട്രാൻസാക്ഷനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ തുറന്നു വെക്കണം എന്നാണല്ലോ റിസർവ് ബാങ്കിൻ്റെ ഉത്തരവ്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ കുറച്ച് സ്റ്റാഫുകളുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ചെറിയ പോയിട്ട് വരുമ്പോൾ അവിടെ കുറച്ച് കൊടുത്തിട്ട് വരാം, അവിടെയുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ അത് റെഡിയായി, ഇനി പായസം കൂടി റെഡിയാക്കണം, എന്നിട്ട് വേണം കൊടുക്കണം. അങ്ങനെ ചെറിയ റെഡിയായി, പള്ളിക്ക് പോകാൻ റെഡിയായിട്ടോ പെരുന്നാളിൻ്റെ നിസ്കാരത്തിന്. അപ്പോൾ എല്ലാവർക്കും ഒരു ഈദാശംസകൾ പറഞ്ഞാൽ നമ്മളെ ചെറിയ പെരുന്നാളാണ്. എല്ലാവർക്കും ഞങ്ങളെ കുടുംബത്തിൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. അതിലും റെഡി ആയിട്ടോ പള്ളിയിൽ പോകാൻ. ചെറിയ നേരത്തെ പോയി, അവർ രണ്ടാമത് എല്ലാവർക്കും ഒരു ഇത് പറഞ്ഞാതില്ലേ, ബെസ്റ്റ് ഈദ് മുബാറക്ക് പറയടാ. ശരി, അപ്പോൾ ഓനും റെഡിയായി, ഓനും പോട്ടെ. ഇനി ഞാൻ എൻ്റെ പണി നോക്കട്ടെ. നമ്മൾക്ക് ക്യാരറ്റ് സേമിയം കാരമൽ പായസമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ചെയ്ത് വെച്ചതാണ്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിക്കണേ ക്യാരറ്റ്. ഇന്നലെ പിന്നെ രാത്രി തന്നെ ഞാൻ ചെയ്ത് വെച്ചു, രാവിലെ സമയം ഉണ്ടാവില്ല പറഞ്ഞിട്ട്. സേമിയ അതാ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും വേണ്ടിയില്ല, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അടുത്തൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ കാഷ്യും റൈസിൻസും ഇത്രയേ ഉള്ളൂ. പിന്നെ പാലുണ്ട്, തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഷുഗർ എടുക്കണം, കാരമൽ ചെയ്തിട്ട് കുറച്ച് എടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിന് മിൽക്ക് മെയ്ഡും. ഇത്രയാണ് കേട്ടോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ക്യാരറ്റ് കാരമൽ പായസമാണ് കേട്ടോ. ക്യാരറ്റ് സേമിയ കാരമൽ പായസമാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് പെരുന്നാളായിട്ട്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് കൊടുക്കട്ടെ, ഒന്ന് കൊടുത്താൽ ബാക്കിയുള്ള പണി നോക്കാമല്ലോ. ആണ് കേട്ടോ നമ്മൾ പെരുന്നാളിന് റെഡിയാക്കിയിരിക്കുന്നത്. ഇവരൊന്നും എത്തിയിട്ടില്ല, ഇവർ വന്നിട്ട് വേണം. ഇനി ചിക്കൻ മന്തി, പിന്നെ സാലഡ്, ടൊമാറ്റോ ചട്നി. അതിൻ്റെ ഫ്രണ്ടൊക്കെ പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദിലും അവൻ്റെ ഫ്രണ്ടും പള്ളി പിരിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കുകയാണ്. ഓൽക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തു. ഇനി ചെറിയ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓൽക്ക് അവിടെ പോയിട്ട് ഇനി ഓൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓൽക്ക് നേരത്തെ കഴിക്കുകയാണ്.